ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും ആരാധനയുമെല്ലാം അങ്ങേക്ക് പ്രസാദകരമാക്കണം, അങ്ങയുടെ ഹിതമായിരിക്കണം കർത്താവെ. ഹല്ലേലൂയ. അതിനായിട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഞങ്ങളുടെ ഞങ്ങളുടെ വായിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും വായിൽ നിന്ന് വരുന്നതെല്ലാം ദൈവഹിത പ്രകാരമായിരിക്കും. സഹായിക്കണം. സകല മഹത്വം അങ്ങെടുത്താട്ടെ. അപ്പോൾ ആ കണക്ഷൻ കിട്ടിയവർക്കെല്ലാം സമയത്ത് കിട്ടുവാൻ സ്വർഗം സഹായിക്കണമേ. സ്റ്റാൻലി, ടീനായും എല്ലാവരും ഒരുപോലെ കർത്താവെ അതിൻ്റെ കണക്ഷനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാതെ കർത്താവെ ജോയിൻ ചെയ്യുവാൻ നോക്കണം. സ്വർഗ്ഗം ഇടയാക്കണമേ. ആദ്യം അവിടുത്തെ കൃപ വ്യാപരിക്കണം. സകല മഹത്വം അങ്ങെടുക്കണം. പുത്രൻ്റെ നാമത്തിൽ തന്നെ. എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോ നീടും തന്മാവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോ നീടും തന്മാവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ. രാവിലും പകലിലും ചേലൊടു തൻ പാലനം, രാവിലും പകലിലും ചേലൊടു തൻ പാലനം, ഭൂമിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂമിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോരാകവേ, തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോലാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ. രാവിലും പകലിലും ചേലൊടു തൻ പാലനം, രാവിലും പകലിലും ചേലൊടു തൻ പാലനം, ഭൂമിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂമിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നന്ദി നല്ലവൻ. ഈ സായന സമയത്ത് നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന വിലയേറിയ സമയത്തിനായിട്ട് നന്ദിയോട് കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തിയതിനായിട്ട് വീണ്ടും ശ്രമിക്കുന്നു. കർത്താവ് ഈ ദിവസം
ഞങ്ങളുടെ ചിറ്റായുടെ 40-ാം ദിവസം ഓർമ്മ ദിവസം ആകുന്നുവല്ലോ. നമ്മുടെ വീടിൻ്റെ വിളക്കായിരുന്ന ചിറ്റായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ചിറ്റായുടെ ഓർമ്മകളെ ഞങ്ങൾ കൂടിയിരിക്കുകയാണല്ലോ. കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് ഞങ്ങളെല്ലാം ഓരോ നിലയിലാക്കി തന്ന ചിറ്റായ ഓർത്ത് ഞങ്ങൾ സ്മരിക്കുന്നു. കർത്താവെ, തന്നിരിക്കുന്ന നിൻ്റെ കൃപകളും കരുണകളും ഈ കഴിഞ്ഞ 40 ദിവസവും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള നിൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ ഞങ്ങളെല്ലാവരും കൂടുന്നു. കർത്താവെ, അവൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും എല്ലാം മാറ്റി നല്ലൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മക്കൾക്കെല്ലാവർക്കും വേണ്ടി ആവശ്യത്തിന് എല്ലാം കൊടുക്കുകയും അവരെ എല്ലാവരെയും നോക്കുകയും അതുപോലെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവെ, ആ പ്രാർത്ഥന ആവശ്യപ്പെട്ടു വന്നിരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയതിന് ശേഷം തൻ്റെ ഈ ലോകവാസം വെടിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്ന ഇന്നേ ദിവസം നിൻ്റെ കൃപയും കരുണയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ആ തൃപ്പാദത്തിൽ നിൻ്റെ ഓർമ്മകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ചിറ്റായെ ഇവിടുന്ന് യാത്രയയക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുന്ന ഈ സമയത്ത് അവിടുന്ന് വേണ്ട കൃപയും അനുഗ്രഹവും എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലകുനിച്ചിരിക്കുന്നവരെയും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിട്ടുള്ളവരെ എല്ലാവരെയും ഓർക്കുന്നു. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കൃപകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സുഖമില്ലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്രയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയും കരുണയും ഇന്നേ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ കരുണയോട് യാചിക്കുന്നു. കേൾക്കുമാറാണമേ. Revelation 21. Then I saw a new heaven and a new earth. The first heaven and the first earth disappeared, and the sea vanished. And I saw the holy city, the new Jerusalem, coming down out of heaven from God, prepared and ready, like a bride dressed to meet her husband. I heard a loud voice speaking from the throne. Now God's home is with mankind. He will live with them, and they shall be his people. God himself will be with them, and he will be their God. He will wipe away all tears from their eyes. There will be no more death, no more grief, or crying, or pain. The old things have disappeared. Then the one who sits on the throne said, "And now I make all things new." He also said to me, "Write this, because these words are true and can be trusted." And he said, "It is done. I am the first and the last, the beginning and the end." Amen. All my memories of we come to Kerala to be with Amma. First thing in the morning, she'll play some songs through the radio, and she'll be sitting with her Bible reading. Her first part of the day was always to meet with God. No matter how tired she was, whatever she did, I remember she will play some message in the radio, some KPONA or someone play, and we all have to sit and listen to it because so loud, you have to listen to it anyway. So I remember Amma's first thing in the morning was that she would meet with God. And I think that's something that is I've learned from myself too, watching that the first part of your day, if you can give to God, I think the rest of the day will be something that we can be blessed with. The way I've heard it being told is that the orchestra or people who play music, when they have all these different instruments on stage,
before they start doing anything, they tune up. They tune their instruments to the right note. Only then do they start playing for the event. So the whole orchestra tunes up their instruments to one note. They all tune up. I think it's the same thing with us. First, we wake up and we tune our lives to what God wants us to do that day. Listening to His voice, listening to what He has to say, just like we've heard from God's Word, being able to tune our lives to what God has to say to us that day is so important. And I think I've done that and seen that with Amma's life, and it's made it so valuable in our lives. Able to spend some time first thing in the morning listening to God's Word. I remember when we were there, when I'm sick, one of the chapters of the Bible that really spoke to me was from the book of Psalms, the Psalm 90. And I think it talks about how God is our dwelling place. It says, Lord, Psalm 90 says, Lord, you have been our dwelling place throughout all generations. Before the mountains were brought, you formed the earth and the world. From everlasting you are God. I remember reading those verses when Amma was not well and she was lying in the hospital, and God telling me that He is from everlasting to everlasting, that there is nothing before Him and there is nothing after Him. And so everything that was made in time was because and through God. So Psalm 90 says, Lord, you've been our dwelling place throughout all generations. So God has been there from the start of our lives, from the start of our forefathers' lives. He's there from generation to generation. And then He says, you turn men back to dust, sight, are like a day that's gone by. When I read that, it was amazing to know that to God, time is very different. For us, our time, our life, maybe how many ever years it is, to God, that's just like a day. For 1,000 years are like a day, He says. God is really looking at time differently. He weaves in and out of time. He's there from the beginning to the end. But then He looks at our lives. And we may live, I don't know however long, I've lived 86 years, but that was just like a day in front of God's eyes. I mean, look, time is very different to God. And I think it reminds us, it tells us very clearly that we cannot presume that we have many, many years to live. That we have to live every day like it could be our last day. And we have to live our lives prepared to meet God today. I mean, we have no guarantee that this day will not call us back home to God. Living with that mindset to say, this could be my last day. I've got to do everything I can to please God. It also reminds us that we are returning to dust, which means we bring nothing into the world and we take nothing back with us. So to have the right perspective, to do what matters in eternity is very important. I think sometimes we focus on things that are very temporary, things that matter only for now. But when we return to dust, like it says, those things won't matter. What matters in eternity are, have you obeyed God? Have you listened to Him? Have you loved one another? Have you forgiven one another? Have you been obedient towards us? These are the things that matter in eternity. I think when the verse says,
You turn men back to lust. It really simply humbles us to know that we have no way of taking or doing anything about our successes once we die. And I think it just tells us how frail we are, how weak we are, and that what we need to do in life really is to do our best to obey God and to love one another. The next verse goes on to say, there is no grass burning, it dies, it is dry and withered. That was Psalm 90, verse 5. I think it reminds us as we are growing older, we are withering, we are drying up, we're like grass that withers at the end of the day. But all our life is, we don't have this eternity of living forever. No, that's not happening. As we slowly, as time goes by, we are withering away. It reminds us that God, we're going to fix about one thing, and that we need to be prepared to talk to Him about our lives. But when we go to the graveyard, you see people's names written on the stone. So something. It says date of birth, born in whatever, 1950 and died in 2020. And there's always a dash between the year they were born and the year they died. That small dash is really their life. It's what they lived so many years on earth. And what that dash means matters a lot. Some people just wander it away, doing things that have no value. That small dash could be just life filled with hatred, anger, pursuing things that have no eternal value. But if you think about it, what does your dash signify? What is that hyphen between the time you were born and the time you die? What does that signify to you? How can you make that matter? The Bible tells us we wither like grass, with their morning and be gone evening. So I think it's just a stark reminder, when I watched this whole process with Amma for the last it brought to mind, 86 years that she was on earth. What did her life signify? What did she do with her life? And I think there were so many examples that she set for us. Loving others, being generous, being helpful, being kind, loving family, not having anger towards people. These things I think has eternal value. These are things that make a difference in the life after. Even recently I was reading about Steve Jobs. He's a guy who, the Apple computer world, that's all his. On his deathbed, he wrote this whole letter. And it was really humbling to see that this man, with all the riches in the world, he had to give it all up and be ready to face God. And he said, in the end, it's not money, it's not fame, it's not power. He said it comes down to your family next to you. It comes down to things that you've done for other people, that you've lived a life serving others and helping others. So I think overall, it really shows us that we are not as powerful and strong as we think as we are. We are but a breath. We are like grass that's there in the morning and gone by night. But the psalmist tells us that through this time, God is with us. He is our stronghold. He's our protection. He's there to guide us. And so this morning time,
at least for us this morning, if I spent that little time with Him, understanding my frailty and saying, God, this could be my last day, but let me live this life, let me live this day for you. Help me to serve you, help me to love you. Help me to show others that you are there. Help me to hear from you, help me to walk with you. I think that makes a difference in our lives. And I think that's what made a difference in our life. And you'll always see her praying, you'll always see her reading the Word of God. And I think that intimacy, that time that she spent with God made it so much worthwhile. So I just want to end with that. I just want to remind us that our time on earth is not for us to try and get all the new things in life, all the wealth, although there's nothing wrong with all that. That one day we have to stand and answer God as to what is our time on earth. That dash between the time you were born and between the time we die, what did we do with that time? What eternal significance do we have with that? So it's up to us to think about what God wants us to do. I think the best thing about all this is God tells us in His Word that He is not far away. If we just come to Him, look at Him, talk to Him, He will give us the answers. So I want to encourage all of us just to take some time every morning to sit at His feet, be it 5 minutes, be it 10 minutes, and just to talk to Him. Ask Him, what is my purpose today? What can I do today? How can I be your hands? How can I be your feet? How can I be your mouthpiece? How can I do something that shows others the love that you have there? So I want to end with that and pass it back to Suruchan. പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയ അമ്മയെക്കുറിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും അധികം സമയം ആത്മീയ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ ഇൻ്ററാക്ഷൻ നടത്തിയിട്ടുള്ളത് അമ്മയോടാണ്. അമ്മയുടെ വേർപാട് ആ നിലയിൽ ഒരു വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എൻ്റെ അമ്മയുടെ മരണശേഷം അമ്മയുടെ അടുത്ത് പോകുമ്പോഴാണ് മാതൃസ്നേഹം ഞാൻ പിന്നീട് അനുഭവിക്കാനിടയായത്. ഞാനവിടെ ചെല്ലുന്ന ദിവസം മുതൽ എന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ ചെന്നാലും ഫുഡ് തരാതെ എന്നെ വിടത്തില്ല. അതുകൊണ്ട് പല സമയത്തും അറിയിക്കാതെ ഞാൻ പോയിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയ വിശേഷണം സ്നേഹത്തിൻ്റെ ഒരു പര്യായപദമാണ് അമ്മ എന്നുള്ളതാണ്. അമ്മയ്ക്ക് ജഡത്തിലുള്ളതായൊരു സ്നേഹം എല്ലാവർക്കും ഉള്ളതുപോലെ രക്തബന്ധത്തിലുള്ള നമ്മളോട് എല്ലാവരോടും ഉണ്ടായിരുന്നു. ആ ജഡത്തിലുള്ള ആ സ്നേഹത്തിലുപരിയായിട്ട് എനിക്കനുഭവപ്പെട്ട ആത്മീയ തലത്തിലുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വിളങ്ങിക്കണ്ട ആ സ്വഭാവം അന്യാദൃശ്യമായ ഒരു സ്വഭാവ വിശേഷമാണ്. പലപ്പോഴും ആ സ്നേഹത്തിൻ്റെ ആ തലങ്ങളെ ഓർത്ത് ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട്. ഇത്രയും പരിജ്ഞാനപൂർണമായൊരു സ്നേഹം രണ്ട് തരത്തിലുള്ള സ്നേഹമാണ് ലോകത്തിലുള്ളത്. ഒന്ന് ലോകസ്നേഹം, മനുഷ്യസ്നേഹം, പിന്നെ ദൈവസ്നേഹം. മനുഷ്യസ്നേഹം അല്ലെങ്കിൽ ലോകസ്നേഹം രക്തബന്ധങ്ങളോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടൊക്കെ തോന്നുന്ന നാച്ചുറലായിട്ടുള്ളൊരു വികാരമാണ്. ആ സ്നേഹം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ അതിലുപരിയായിട്ട് ദൈവസ്നേഹത്തിൻ്റെ ഒരു തലം അമ്മയുടെ ജീവിതത്തിൽ ഞാൻ കണ്ടു. ദൈവസ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലായിട്ടുള്ള പരിജ്ഞാനപൂർണമായ ഒരു സ്നേഹം. സ്നേഹിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ നന്മയെ കരുതിയുള്ള സ്നേഹം, ജ്ഞാനം കൊണ്ട് നിറഞ്ഞൊരു സ്നേഹം, ഉപദേശം തരുന്നൊരു സ്നേഹം, തിരുത്തുന്നൊരു സ്നേഹം. ഇതൊക്കെയാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ വിശേഷതകൾ. അതുതന്നെയാണ് ദൈവസ്നേഹത്തെ മനുഷ്യസ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കർത്താവിനോട് അമ്മയ്ക്കൊരു വലിയ ആഴമായ പറ്റുമാനം ഉണ്ടായി. ഇന്ന് അനേകരിൽ കാണുന്ന ഭക്തിയിൽ നിന്ന് വ്യതിരക്തമായൊരു ഭക്തി അമ്മയുടെ ജീവിതത്തിൽ ഞാൻ കണ്ടത്. ഇന്ന് പലപ്പോഴും ദൈവഭക്തിയും പ്രാർത്ഥനയും ആത്മീയ ജീവിതവുമൊക്കെ ലോകപ്രകാരമുള്ള നന്മകൾ പ്രാപിക്കാനുള്ള കുറുക്കുവഴികളായിട്ട് പലരും അതിനെ കണക്കാക്കുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്ക് ആ തലത്തിലുള്ള ഒരു ആത്മീയ ജീവിതം ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. പലപ്പോഴും ശാരീരികമായ ക്ലേശങ്ങളുള്ള സമയത്ത് ഞാൻ അമ്മയോട് ഈ ക്ലേശമൊക്കെ മാറുമല്ലോ കർത്താവിൻ്റെ അടുത്ത് പോകുമ്പം എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, കർത്താവിൻ്റെ അടുത്ത് എന്നിരിക്കാമല്ലോ, അതാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് എന്നെ തിരുത്തിയതായ ചില സന്ദർഭങ്ങളുണ്ട്. ഒരു ഫെലോഷിപ്പിന് വേണ്ടിയുള്ളൊരാഗ്രഹം, കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവുമായി ഫെലോഷിപ്പ്, കർത്താവുമായിട്ട് ഒരുമിച്ചിരിക്കുക എന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ തലം അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴ് ഞാനവിടെ ചെന്നാലും കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ പായെടുത്തിട്ട് പ്രാർത്ഥിക്കാമെന്ന് അമ്മ എന്നോട് പറയും. കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, പ്രത്യേകിച്ച് മൊബിലിറ്റിയൊക്കെ കുറഞ്ഞ സമയത്ത് എങ്ങും പോകാനോ ആരാധിക്കാനോ ഒന്നും കഴിയാത്തൊരു സന്ദർഭം ഉണ്ടായി. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വളരെ താല്പര്യത്തോടെ പായെടുത്തിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നൊരനുഭവം അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് സാധു ജ്ഞാനീശോണി തന്നിൽ ക്ലേദം കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം
വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നെൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. ആരുമേനിക്കില്ലെന്നോ ഞാനേകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. ഇപ്പോൾ അവർ ദൈവമുൻപിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂമിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടൊപ്പവുമായി വന്നിടും. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ക്ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്നെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും മഹേശ കരുണേശ പൊന്നുനാഥനീക്കായി വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹി വൃഥ കലമെന്നതെന്തിനായി. എൻ്റെ ദേഹി വൃഥ കലമെന്നതെന്തിനായി. എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോനിൽ ക്ലേശിപ്പാൻ. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എന്നെ സംബന്ധിച്ച് ചേച്ചിയെ പറ്റി ഓർക്കുമ്പോൾ എപ്പോഴും ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണം തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിൻ്റെ വചനമാണ് എടുക്കുന്നത്. ഇത് റോമൻസ് 4:1-9 വരെ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയുന്നു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിക്കാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അവനെ നീതീകരിക്കുന്നവൻ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാതെ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രധർമ്മത്തിനു കൂടെയോ അബ്രാഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. പ്രിപ്പയർ ചെയ്ത് വന്നിട്ടില്ല. ഞാനിപ്പോൾ സിന് വായിച്ചതിൻ്റെ എനിക്ക് മനസ്സിലായത് കൂടി ഇത്ര ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്.
അമ്മാമയാണെങ്കിൽ അമ്മാമ ആരോടാണെങ്കിലും ദൈവവചനത്തിൽ കൂടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വചനം വായിച്ചാലാണെങ്കിൽ അതിലെന്തോ ഉൾക്കൊണ്ടിരിക്കുക, അതിൽ കർത്താവ് എന്തുവാണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മർമ്മം എന്തുവാണ്, ഇതൊക്കെയായിരുന്നു നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റാൻലി പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ താമസിച്ച് വന്നാലും ആ വെളുപ്പിനെ 3 മണിയാകുമ്പോൾ എണ്ണീറ്റ് കുളിച്ച് ദൈവസന്നിധിയിലിരിക്കും. ആ പ്രാർത്ഥനയും ആ ധ്യാനവും നമ്മൾ ഓർക്കേണ്ടത്. അതാണ് നമ്മളും ഫോളോ ചെയ്യേണ്ടത്. അമ്മാമ്മയുടെ ഓർമ്മക്കാർ ഇവിടെ കൂട്ടിയിരിക്കുന്നു. അമ്മാമ്മ ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ ഓർക്കേണ്ടത്. അമ്മാമ്മ വിശ്വാസത്തിലാണ് ജീവിച്ചത്. കിട്ടുന്നതൊക്കെ കൊടുക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ പുലർത്തുന്നു. വചനത്തിൽ പറയുന്ന പോലെ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു. ആ വിശ്വാസത്തിൽ അമ്മാമ്മ ജീവിച്ചത്. അതല്ലോ. അപ്പോൾ അമ്മാമ്മയിൽ ചെയ്ത ആ നല്ല പ്രവൃത്തികൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതാണ് അമ്മാമ്മ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഇപ്പോൾ സിനുവായി പറഞ്ഞു. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു? ജഡപ്രകാരം അബ്രഹാം ഒന്നും പ്രാപിച്ചില്ല. പ്രാപിച്ചതെല്ലാം വിശ്വാസം. അബ്രഹാമിനെ വിശ്വാസിയുടെ പിതാവ് എന്നായ ബൈബിളിൽ പറയുന്നത്. നമ്മളും പറയുന്നത് നമ്മളും അബ്രഹാമിൻ്റെ മക്കൾ എങ്ങനെ ആയത്? വിശ്വാസത്താലാണ്. ആക്ച്വലി അബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുന്നത് യഹൂദന്മാർ, ഇസ്രായേൽ. പക്ഷെ നമുക്കാണ് ആ മക്കളെന്നുള്ള അവകാശം നമുക്ക് കിട്ടിയത്. ക്രിസ്തുവിൽ കൂടിയാണ് ആ അബ്രഹാമിൻ്റെ മക്കളെന്നുള്ള അവകാശവും ആ പദവിയും ആ അനുഗ്രഹവും ക്രിസ്തുവേശിയിലൂടെ അബ്രഹാമിന് നൽകിയ സകല അനുഗ്രഹവും നമുക്ക് കിട്ടിയത് ക്രിസ്തുവേശിയിൽ കൂടി. എങ്ങനെ? നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അതാണ് വിശ്വാസത്താലാണ് എല്ലാം നമ്മൾ പ്രാപിക്കുന്നത്. ഇത് വായിച്ചു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. ഒരിക്കലുമില്ല. പ്രവൃത്തിയാൽ ആർക്കും നീതീകരിക്കപ്പെടാനില്ല. ഇത് വചനം പറയുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. ന്യായപ്രമാണം അനുസരിച്ച് ആർക്കും നീതീകരിക്കപ്പെടാൻ സാധിക്കില്ല. ഇസ്രായേലിൻ്റെ യഹൂദന്മാർ വിശ്വസിച്ചത് നീ ആ പ്രവൃത്തി ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, നീ ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകും. പക്ഷെ അങ്ങനെ ചെയ്ത ആർക്കും ഒരുത്തർക്കും ആ ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയില്ല. നിവർത്തിച്ചത് ഒരേ ഒരാളാണ് യേശു. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആ യേശുവിൻ്റെ ആ നീതിയാണ് നമുക്ക് ഇവിടെ അതാ വായിച്ചത്. ദൈവത്തിൻ്റെ നീതിയാണ് നമുക്ക് ലഭിച്ചത്. അബ്രഹാം അന്ന് യേശു ജനിച്ചിട്ടില്ല. അബ്രഹാമിൽ കൂടിയാണ് യേശു ജനിച്ചത്. അതാണ് അനുഗ്രഹം. നിന്നിൽ കൂടി സംഗതി അനുഗ്രഹിക്കപ്പെടും. അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം അന്ന് അത് കണ്ട് വിശ്വസിച്ചു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം നീതിയായ കണക്കിട്ട് നമുക്ക് കിട്ടിയത് നീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ നമ്മൾ യേശു ക്രിസ്തുവിൽ എന്താ വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു നമ്മുടെ പാപം. നമുക്ക് ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ച് നിത്യതയിൽ ചെല്ലുവാൻ കഴിയില്ല. യേശു അത് നിവർത്തിച്ചു. ആ യേശു നമുക്ക് വേണ്ടി നമ്മുടെ പാപം മുഴുവൻ, നമ്മുടെ അകർത്ത് മുഴുവൻ, നമ്മുടെ രോഗം മുഴുവനും കർത്താവ് ആ ക്രൂശിൽ വഹിച്ചു. വഹിച്ചിട്ട് ആ കർത്താവ് മരിച്ച ദൈവമല്ല, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുക. അതാണ് നമുക്ക് കിട്ടിയ നീതി. അതുകൊണ്ടാണ് പറയുന്നത് അബ്രഹാം പരിച്ഛേദനയാലോ അഗ്രഹർമ്മത്താലോ അല്ല രക്ഷിക്കപ്പെട്ടവർ, വിശ്വാസത്താലാണ്. നമ്മുടെ ഈ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും പാപം ചെയ്ത് ജീവിക്കാമെന്ന് യേശുവിൽ വിശ്വസിച്ചാൽ. ഇല്ല. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൽപ്രവൃത്തിക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൽപ്രവൃത്തികൾ തന്നെ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമർ 12:1 ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമുക്ക് ഓരോ ദിവസവും നമ്മൾ സ്റ്റാൻഡിൽ വന്ന് രാവിലെ കർത്താവേ ഇന്ന് ഞാൻ നിന്നെ സമർപ്പിക്കുന്നു, നിൻ്റെ ഇഷ്ടം ഞങ്ങളെ കൂടി നിറവേറും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പറയണം. കർത്താവേ എന്നെ സമർപ്പിക്കുക. എൻ്റെ ആത്മാവ്, പ്രാണൻ, ദേഹി, ആത്മാവ് എല്ലാത്തിനെയും സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം സമർപ്പിക്കണം. ഓരോ ദിവസവും മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഇന്നതും തിരിച്ചറിയേണ്ട മനസ്സ് കുത്തി രൂപാന്തരപ്പെടണം. അതുകൊണ്ട് നമ്മുടെ പ്രാണൻ, ആത്മാവ്, ദേഹം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ. പിന്നെ സുമ വായിച്ചപ്പോൾ
കർത്താവിനായിട്ട് ഒരുങ്ങി 21 വയസ്സ്. ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, ഹല്ലേലൂയ, നമുക്കറിയാമോ, രണ്ടാമത്തെ വരവിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നതിൽ കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന യഹൂദന്മാരല്ല. യഹൂദന്മാരന്ന് 1,44,444 പേർ രക്ഷിക്കപ്പെടും. പക്ഷെ അവർ വെളിയില്ല നിൽക്കുന്നത്. ഈ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നമ്മളെ പോലുള്ള ആൾക്കാരാണ്. അവരാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ യെരൂശലേം എന്ന നഗരം ഭൂമിയിൽ 1000 ആണ്ട് വാഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിൽ നമ്മുടെ കർത്താവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത്. അതാണ് ദൈവത്തിൻ്റെ കൂടാരം. എന്നിട്ട് പിന്നെ പറഞ്ഞെന്തോ, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം അവരുടെ ദൈവമായിരിക്കും. അവരുടെ പിന്നെ ദൈവം തന്നെ അവരുടെ ദൈവമായി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല. ഇനി മരണം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ മരണം ഇല്ല. അതാണ് ആദ്യത്തെ മരണം, ശാരീരികമായ മരണം. രണ്ടാമത്തെ മരണം നമുക്കില്ല. അതാണ് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നത്. ആ പ്രത്യാശയ്ക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് വിശ്വാസത്തിൽ നമ്മൾക്ക് ജീവിക്കുന്നത്. കർത്താവ് വരും. കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ മണവാട്ടിയായ സഭ ഒരുങ്ങി ആ പുതിയ യെരൂശലേം പറയും. എന്തൊരു സന്തോഷമാണ് അതിൻ്റെ അങ്ങോട്ട് വർണ്ണന കേട്ടാൽ. അതിന് മുന്നേ പറയുന്നുണ്ട്, 12 കല്ലുകളാൽ നിർമ്മിച്ച 12 മുത്തുകളാൽ, അത് മുത്തും സ്വർണവും എല്ലാം നിർമ്മിച്ച ആ സ്ഫടിക തുല്യമായ യെരൂശലേം. അതിലുള്ളതാരാ? ഈ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട മക്കളാണ്. അവരാണ് വന്ന് അതിൽ ആ കർത്താവ് മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുന്നത് എന്തോ അത് എവർ ലാസ്റ്റിംഗ് ലൈഫാണ്. അന്ത്യം വരെ അതിന് യുഗായുഗങ്ങളായിട്ട് പിന്നെ അവൻ്റെ മക്കളായിട്ട്, അവൻ്റെ മണവാട്ടിയായിട്ട്, ഹല്ലേലൂയ, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ എന്നും നിത്യതയിലായിരിക്കും. ആ വലിയ സന്തോഷം അതാണ് അമ്മാമ ഇവളോട് നിന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. ആരും ഈ ഭാഗ്യാവസ്ഥ കിട്ടാതെ പോകല്ല. അതിൻ്റെ ഓപ്പോസിറ്റാണ് നിത്യനരകത്തിൽ ആരും വീടില്ല. ആരും ഒരു തേങ്ങ ഇടാൻ ആൾ വന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. വിളിച്ച് നീ യേശുവിനെ അറിയാമോ, അതിനെപ്പറ്റി പറയും. അത് കിട്ടുന്ന അവസരം നമ്മൾ പറയാമെന്നുള്ള മടക്കമ്മ രക്ഷിക്കപ്പെടുക. പിന്നെ ദൈവത്തിൻ്റെ വചനമാണ് അവരിൽ ക്രിയ ചെയ്യുന്നത്. ആ വചനത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ പറയാനുള്ളത് പറയുക. അമ്മമ്മ കാണിച്ചു തന്ന മാതൃക നമുക്കും പിന്തുടരാം. അല്ലെങ്കിൽ കിട്ടുന്ന അവസരം യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയാം. നമുക്കൊക്കെയും കൃപകരട്ടെ. ഈ സ്ക്രീനിൽ അമ്മയുടെ ഒരു മുഖം മാത്രം മിസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഉച്ച കഴിഞ്ഞ് വിളിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അമ്മയെ കൂടെ ആഡ് ചെയ്താലോ. അമ്മ നമ്മുടെ സ്ക്രീനിലില്ല ഇപ്പൊ. യൂഷ്വലി നമ്മളിങ്ങനെ കർത്താവിന്റെ ഫാമിലി എല്ലാം കൂടെ കൂടുമ്പോ എന്തൊരു ചിരിച്ച് എന്തൊരു സന്തോഷത്തിലായിരുന്നു. ജോയി വന്നു, തമ്പാൻ വന്നു, ഓരോരുത്തരെ പേര് വലിയ അമ്മ വിളിക്കുന്ന ഓർക്കുമായിരുന്നു. ഓരോരുത്തരെ വിളിക്കുമ്പോ ഓരോരുത്തർ വരുമ്പോഴും അമ്മയ്ക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഈ ഒരു സ്ക്രീനിൽ ഇപ്പൊ അമ്മ ബ്ലാങ്ക് ആയപ്പോ അമ്മയുടെ ഫോട്ടോ മുമ്പിൽ വെച്ചോണ്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. 40 ദിവസം എത്ര ഫാസ്റ്റായിട്ട് പോയി. അമ്മയില്ലാത്തൊരു ലോകത്ത് ഞങ്ങൾ 3 പേരും തന്നെയായി. ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്കൊരു മലപ്പള്ളിയിൽ ഇല്ല എന്നാണ്. മനസ്സുകൊണ്ട് ഞങ്ങൾ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അമ്മയില്ല. എത്ര നല്ല സ്നേഹമുള്ള ഒരു അമ്മയെ നമുക്ക് തന്നു. ഒരു നല്ല ഒരു വലിയ പൂന്തോട്ടത്തില് നല്ല പൂവായിരുന്നു അമ്മ. 10 മക്കളും നല്ല മക്കളായിട്ട് അമ്മച്ചിയുടെ 10 മക്കളെ അമ്മച്ചി വളർത്തി. അതിലെ ഏറ്റവും നല്ല പൂവായിരുന്നു അമ്മ. അതിനെ ദൈവത്തിന് കൊടുത്തു. അമ്മച്ചിയുടെ അടുത്ത് അമ്മ ചെന്നു. അമ്മ എല്ലാവർക്കും ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പോയേ.
അമ്മയുടെ ആണെന്നിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാല് ഒന്ന് ചോദിച്ചാൽ 10 തരുന്ന അമ്മയായിരുന്നു. ഒരു കാര്യം ചോദിച്ചാൽ അമ്മ നമുക്ക് 1 കിലോ പൊടി വേണമെന്ന് പറഞ്ഞാൽ 10 കിലോ പൊടി ഉണ്ടാക്കി വെക്കുന്ന അമ്മയാണ്. അത്രയും നല്ലൊരു അമ്മയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അല്ലാതെ ഞങ്ങള് ചോദിച്ചത് ഒന്നിനോ പറഞ്ഞിട്ടില്ല. എല്ലാം എങ്ങനെങ്കിലും ഞങ്ങൾക്ക് എത്തിച്ചു തരും അമ്മ. ഒന്നില്ലെന്നുള്ളത് അമ്മ കാണിക്കത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ചെയ്യാന്നൊക്കെ ഞങ്ങൾ ചെയ്തു. അമ്മ സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ ഇപ്പൊ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് വിശ്വസിക്കുക. പറഞ്ഞ തീരത്ത പോലെ അമ്മയുടെ കഥകളുണ്ട്, വീഡിയോകളുണ്ട്. പിന്നെ ലാസ്റ്റ് 2 വീക്സ് ഞങ്ങൾ 3 പേരും കൂടെ അമ്മയുടെ കൂടെ നിന്ന കഥകളും നിങ്ങളെല്ലാവരും ഞങ്ങളോട് നിന്നത് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അമ്മ എത്ര സന്തോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോ അമ്മയ്ക്ക് വേണ്ടത് അതായിരുന്നു. ഒരുമിച്ചൊരു കുടുംബമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നത് കാണാനൊക്കെ അമ്മ അവിടെ ഇവിടെ നിന്ന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ഇപ്പൊ ഞാനത് അല്ലാതെ അമ്മ പറയാൻ അമ്മ ഇവിടെ ഇന്ന് കാണുന്നുണ്ട്. നമ്മളെല്ലാരും കൂടെ കൂടിയിരിക്കുന്നത് ചിന്തൻ അവിടെ നിന്നോട് ചിരിക്കുന്നതൊക്കെ നമുക്ക് ഊഹിക്കാം. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ അമ്മയെ കൂടെ ആഡ് ചെയ്യുക, അമ്മയുടെ പടം കാണാതെ. പടം എടുക്കാൻ പറ്റത്തില്ല, ആരില്ല. എന്തോ പറയാനാ, എപ്പോഴും കാണുമ്പോ പറയും 3 കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കിക്കാണും, ഇതിനെ കുറിച്ച് പ്രയാസം എപ്പോ കണ്ടാലും പറയും നീ വിഷമിക്കരുത്, ഒന്നിനും കുറവ് വരാതെ എന്നെ കാത്തോളും. അബ്ദാ മുഹമ്മദ് എന്നെ നോക്കി ചെറിയ ചിരിക്കും. നമ്മള് 10 പേരെ എത്രയധികം സ്നേഹിച്ചു. അപ്പത്തി മരിക്കാത്ത അതിന്റെ തലേദിവസം രാത്രി എല്ലാരെയും വിളിച്ചിരുത്തി പ്രാർത്ഥിക്കണം. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഒന്നിച്ച് ഒരിക്കലും ജീവിതത്തില് എന്റെ വിഷമങ്ങൾ കാണുമ്പോ ആശ്വാസവും സമാധാനവും എന്നെ ചേർത്ത് പിടിച്ച് ഓരോ ദിവസവും നടത്തി ദൈവത്തിനുള്ള ഒന്നുമില്ല. എല്ലാം സ്നേഹമല്ലാതെ ഒന്നും തന്നെ എപ്പോഴും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, എന്നെ കൂടെ നിർത്തി എനിക്ക് വേണ്ടതെല്ലാം സാമന്യം വേണ്ടതെല്ലാം കൊടുത്ത എല്ലാം ശരിയാക്കി മനസ്സ് മാത്രമാണ് ജോലിക്കാൻ ചിന്തിക്കായിക്കൊണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയപ്പോഴും സാമനെ കൈപിടിച്ചു നടത്തി, അനുഗ്രഹിച്ച് വഴി നടത്തി. എല്ലാം നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇതായിപ്പോഴും നമ്മൾ ജീവിക്കുന്നു എന്നും എന്നും എന്നും. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊള്ളുന്ന പെങ്ങളെ ഏൽപ്പിച്ചിട്ട് സിലോളിലേക്ക് അവർ പോകും. പിന്നെ നമ്മളിലൊരു കുസ്തിയാണ്, സന്തോഷമാണ്, വീട്ടിലെ ഓട്ടമാണ്, ചാട്ടമാണ്. എല്ലാത്തിനെ ഞാൻ നല്ലത് തരുന്നതിനൊക്കെയുണ്ട്. നീ ഇവിടെ വരുന്നോ ഞാൻ തെങ്ങിൻ്റെ മൂട്ടിലും പാവിൻ്റെ മൂട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. എന്നാൽ പിന്നെ ഞാൻ പഴം തരത്തിലടാ എന്ന് പറയുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും. അങ്ങനെയുള്ളൊരു ജീവിതമാണ്. അത് കഴിഞ്ഞ് പഠിക്കാൻ കയറ്റി തന്നെ
എൻ്റെ ഈ പെങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത കട്ടിൽ എൻ്റെ അവിടെ ഒരു ജനലുണ്ട്, ജനലിനെ കയറ്റി എന്നെ ഇരിക്കും. വായിക്കടാ എന്നും പറഞ്ഞു എല്ലാം കഴിഞ്ഞ് നല്ല മോനാ കുക്കോ പോയി ഒരു മുട്ടായി എടുത്തോ ചോക്ലേറ്റ് എടുത്തോ എന്നൊക്കെ പറയും. അവിടെ കാണത്തില്ല. ഞാനത് വെച്ചുകൊണ്ട് പിന്നെയും പറയുന്നതാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോയി വരുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ വരുമ്പം അതുപോലെ തരും. ഞങ്ങളുടെ ആങ്ങളെ പെങ്ങളെ എന്നുള്ളൊരു സ്നേഹം ഇതുപോലെ ആർക്കും കിട്ടിക്കാണത്തില്ല. എല്ലാം ഇപ്പോഴത്തെ പാദപ്പെടുത്തിൽ അമ്മയെ ഞങ്ങൾ അങ്ങോട്ട് വിടുക, ഞങ്ങളിവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ചോദിച്ചു. ചിറ്റായോട് എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷേ ചിച്ചായിക്ക് അതിലും വലിയ സ്നേഹവും ഇഷ്ടവും എന്നോട് നമ്മളെല്ലാവരോടും ഉണ്ടായിരുന്നു. ചിച്ച ഇപ്പം നമ്മുടെ മനസ്സുകളിലാണ് ജീവിക്കുന്നത്. അമ്മയെ പറ്റി പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒട്ടുമുക്കാലും സമയം ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നു. എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഓടി അമ്മ എടുത്തോട്ടായിരുന്നു പോകുന്നു. എന്തെങ്കിലും അപ്പൊ തന്നെ ഞാൻ ബസ് കയറി അന്നേരം തന്നെ അമ്മയുടെ അടുത്തെത്തും. ഹോസ്പിറ്റലിലെ ദിവസങ്ങളും ഞാനൊരു അവധിക്ക് എന്നാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നനച്ചു കൊടുക്കുക, കബോർഡൊക്കെ അടുക്കി കൊടുക്കുക, കുക്ക് ചെയ്ത് കൊടുക്കുക, അമ്മ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണമെങ്കിൽ കാണിക്കുക. ഇങ്ങനെ ആ അവധി മുഴുവൻ അമ്മയോട് നിന്ന് തിരിച്ചിവിടെ എത്തും. അതിനുള്ളൊരു കൃപ കർത്താവ് എനിക്ക് തോന്നുന്നു. അതിനെ ഇന്ത്യക്ക് സ്തോത്രം ചെയ്തു. അത്രയും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അയ്യാതൊക്കെ ചിലപ്പം പാതിരാത്രിക്ക് വിളിക്കും. ഒത്തിരി സമയങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. രാത്രിയിലും അർദ്ധരാത്രിക്കും ഒക്കെ അമ്മ എടുത്ത് കുളിപ്പിക്കുകയും
അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അമ്മയെ നോക്കാൻ ദൈവം എനിക്കൊരു കൃപ തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളുടെ മുഖം ആടിയിരുന്നു അമ്മയ്ക്കറിയാം എന്തേലും പ്രയാസമുണ്ടെന്ന്. നീ ദൈവ സ്വപ്നത്തെ കാണിച്ചു കൊടുക്കും അല്ലെ അമ്മയ്ക്കറിയാം. അന്നിട്ട് തന്നെ ആ വിഷയം പ്രാർത്ഥിക്കുകയും എന്താന്ന് ചോദിക്കുകയും അതിനൊരു ഉത്തരം പറഞ്ഞു തരികയും സമാധാനത്തില് എന്തുവാ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യണമെന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു നല്ല മനസ്സമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ദൈവം അമ്മയുടെ കൂടെ ഇരുന്നു. അമ്മയില്ലാതെ പലപ്പോഴും എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. പക്ഷേ ആ സമയൊക്കെ കുറെ നേരം ഇരുന്ന് കരയും. ദിവസത്തില് വചനം വായിക്കും, പ്രവർത്തിക്കും. ഈ ദിവസങ്ങളൊക്കെയും ദൈവനെ നടത്തുന്നു. നല്ലൊരമ്മയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മെമ്മറീസ് ആണെങ്കിൽ ധാരാളമാണ്. ഒട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ വിധത്തിലുള്ള ഓർമ്മകളാണ് ജീവിതത്തിലുള്ള. നമ്മെ അച്ഛന്മാരെല്ലാം ഒത്തിരി സ്നേഹിച്ചു. എപ്പോഴും അവരുടെ കാര്യം പറഞ്ഞു മണിക്കൂറോളം ഞാൻ രാത്രി നിന്ന് ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. വെറുതെ അമ്മയൊന്ന് സന്തോഷിപ്പിക്കാനായിട്ട്. അമ്മയെല്ലാം പണ്ടത്തെ കാര്യങ്ങളെല്ലാം പിന്നെയും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം എന്നോട് പറയും, മോളെ അമ്മയ്ക്കങ്ങ് സന്തോഷമായി, അമ്മയ്ക്കങ്ങ് സമാധാനമായി, ഇനി മോള് വെച്ചോ, മോള് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. അങ്ങനെ ഒത്തിരി ഒത്തിരി രാത്രികൾ ഞാൻ ഓർക്കുന്നു. ഇത്രയും നാളും അമ്മയ്ക്ക് അമ്മയെ കൊടുത്തി തന്നതിനായിട്ട്, നമുക്ക് വേണ്ടി തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി അങ്ങനെ നമ്മെ കാണാനുള്ള പ്രത്യാശയിൽ ഓരോ നിമിഷവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിത്യവും നിൻ ജീവനാഥനേശുവേ സ്തുതി ചെയ് മനമേ. നിത്യവും നിൻ ജീവനാഥനേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി മരണാധികാരിയായിരുന്ന ഘോരനാം മരണത്തിനാലെ തീർത്ഥനാഥനെ സ്തുതി ചെയ് മനമേ. നിത്യവും നിൻ ജീവനാഥനേശുവേ ബഹുമാന്യനാമാചാര്യനായി വാനിലാവൻ വാഴ്കയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തു കൊള്ളുമാകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തു കൊള്ളുമാകയാൽ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തു കൊള്ളുമാകയാൽ സ്തുതി ചെയ് മനമേ. നിത്യവും
തൽസമയം വൻകൃപകൾ പാലിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ സ്തുതി ചെയ്യുവാനാമേ നിത്യവും നിൻ ജീവനാഥനേശുവിൻ ബഹുദൂതരുച്ചനാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ സ്തുതി ചെയ്യുവാനാമേ നിത്യവും ജീവനാഥനേശുവിതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ ഇതുപോലത്തെ ജീവൻ തന്നെ പുറമെ സ്നേഹിച്ച സ്നേഹം. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ ദിവസത്തിൽ ജൂൺ 10 ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ തിച്ചായെ ഓർക്കാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ എൻ്റെ സഹോദരങ്ങളോടുകൂടെ ഈ വീട്ടിലിരുന്ന് നിൻ്റെ നാമത്തെ വിളിക്കാനായിട്ട് നിൻ്റെ നാമത്തിന് സ്തോത്രം പറയാനായിട്ട് ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം കർത്താവേ. കർത്താവേ, തിച്ചയുടെ മക്കളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി കർത്താവേ, എല്ലാവരും ഒരുമിച്ച് തങ്കമ്മ തോമസിൻ്റെ അമ്മച്ചിയുടെ മക്കളായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടിയ ഈ അവസരത്തിനായി സ്തോത്രം പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് പോയിരിക്കുന്ന തിച്ചായ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് സ്മരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ പഠിത്ത സമയത്ത്, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത്, ഞങ്ങളുടെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുള്ള സമയത്ത്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത്, ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുള്ള സമയത്ത് എല്ലാം ആ തിച്ചായുടെ സ്നേഹം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളെ സ്നേഹത്തോടെ സ്വന്തം മക്കളെ പോലും മടിയിലിരുത്തി ദൈവസ്നേഹം ഞങ്ങളെ കാണിച്ചു തന്ന ആ വലിയ മനസ്സെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ഞങ്ങൾക്കിങ്ങനെ ഒരു പെങ്ങളെ താങ്ങില്ല കർത്താവേ. നിൻ്റെ ദൈവസ്നേഹം ഞങ്ങൾ മനസ്സിലാക്കത്തക്കവണ്ണം ഞങ്ങൾക്കൊരു പെങ്ങളെ തന്നതിനായി സ്തോത്രം കർത്താവേ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം പെങ്ങൾ കാണിച്ചു തന്ന ആ വഴിയെ പോകുന്നതിനിടയാകണേ കർത്താവേ. തങ്കമ്മ തോമസിലുള്ള എല്ലാവരെയും ഒരുമിച്ച് നടത്തി തിച്ചായുടെ മക്കളും അവരുടെ മക്കളും അവരുടെ കുഞ്ഞുമക്കളും എല്ലാവരും ഒരുമിച്ച് നിർത്ത് നിൻ്റെ നാമം സ്തോത്രം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇനിയും അവസരം തരുന്ന കർത്താവേ. അടിയങ്ങൾ ഈ സമയത്ത് എല്ലാ സംഗതിയും അടിയങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തണേ കർത്താവേ. എല്ലാം ഞങ്ങൾ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും ഞങ്ങൾ ആരെ ഓർത്ത് പ്രാർത്ഥിച്ചോ ആദ്യത്തെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ കൂടിയിരിക്കുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ അസുഖങ്ങളായിട്ടിരിക്കുന്ന മക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ സന്നിധി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.